ഹായ് മക്കൾസ്, അറക്കലാണ്. നമ്മുടെ 6ാം ക്ലാസ്സിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ബോൺസും അതുപോലെ ജോയിൻ്റ് ഒക്കെ. ബോൺസ് മീൻസ് അസ്ഥി, എല്ല്. ഓക്കെ, ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് അസ്ഥികൾ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമാണ് ജോയിൻ്റ്. അസ്ഥി സന്ധി എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഒരു കണക്ഷൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റിനെ കുറിച്ചാണ്. രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗമാണ് ജോയിൻ്റ്. സ്വാഭാവികം, സിമ്പിൾ സാധനമാണ്. രണ്ട് എല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗം ജോയിൻ്റ്. ഈ ജോയിൻ്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയോ? 4 ടൈപ്പ്. എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ്. രണ്ടെല്ലുകൾ കൂടിച്ചേരുന്ന ഭാഗമായിട്ടുള്ള ജോയിന്റ് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്. അതിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഒന്ന് പിവട്ട് ജോയിന്റ്. എന്ത് ജോയിന്റ്? പിവട്ട് ജോയിന്റ്. അതെന്ത് ജോയിന്റ്? അത് അങ്ങനെ ഒരു ജോയിന്റ്, പിവട്ട് ജോയിന്റ്. 2 ബാൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. 3 ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച്. 4 ഗ്ലൈഡിംഗ് ജോയിന്റ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ജോയിന്റ്? പിവട്ട് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്. പിവട്ട്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിംഗ്. പിവട്ട്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, ഗ്ലൈഡിംഗ്. 4 ഓർത്ത് വെക്കുക. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന് പിവട്ട് ജോയിന്റ്. അതിന്റെ മലയാളം കീലസന്ധി എന്നൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വലിയ കാര്യമാക്കണ്ട. പിവട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ അതെവിടെ കാണപ്പെടുന്നു ചോദിച്ചാൽ അതൊരു ജോയിന്റ് ആണ്. അതെവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ സ്കൾ മീറ്റ്സ് അറ്റ് ദ ഫസ്റ്റ് വെർട്ടിബ്രേ. സ്കളില്ലേ, തലയോട്ടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രേനെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, അതാണ് പിവട്ട് ജോയിന്റിന്റെ ഉദാഹരണം. അല്ലെങ്കിൽ അവിടെയാണ് പിവട്ട് ജോയിന്റ് കാണപ്പെടുന്നത്. അതായത് നമ്മൾ സ്കള് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെർട്ടിബ്രൽ കോളാണ്. വെർട്ടിബ്രൽ കോളത്തിൽ ഇഷ്ടം പോലെ നട്ടലാണ്. നട്ടലിൽ ഇഷ്ടം പോലെ എല്ലുകളുണ്ട്. അതിൽ ആദ്യത്തെ എല്ലുണ്ടല്ലോ, അതാണ് ഫസ്റ്റ് വെർട്ടിബ്രേ. ആ ഫസ്റ്റ് വെർട്ടിബ്രയും സ്കളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ആണ് പിവട്ട് ജോയിന്റ്. ഓക്കെ, അതിന്റെ ആ പിവട്ട് ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഇനേബിൾ സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. അത് സൈഡ് ടു സൈഡ് മൂവ്മെന്റ്, വശങ്ങളിലേക്കാണ് മൂവ്മെന്റ് സാധ്യമാക്കുന്നത്. ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതിങ്ങനെ കറക്കാൻ പറ്റുമോ? തല ഇങ്ങനെ തിരിച്ചുകൊണ്ട് ബാക്കിലോട്ട് കറക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അത് റോബോട്ടിനെ പറ്റുള്ളൂ, നമുക്ക് പറ്റില്ല. നമുക്ക് ഇത്രേ പറ്റുള്ളൂ. അതാണ് സൈഡ് ടു സൈഡ് മൂവ്മെന്റ്. അതാണ് ഇത് പിവട്ട് ജോയിന്റ് അല്ലെങ്കിൽ പൈവട്ട് ജോയിന്റ് എന്നും പറയും. ഇനി രണ്ടാമത്തേതാണ് ഇത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ ഉദാഹരണം ആദ്യം പറഞ്ഞുതരാം. ഒന്ന് ഷോൾഡർ ജോയിന്റ്, 2 ഹിപ്പ് ജോയിന്റ്. ഷോൾഡർ ജോയിന്റ് നമ്മളെ കൈ പ്ലേസ് ചെയ്ത ഈ ഭാഗം. ഹിപ്പ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാല് തൊടയുടെ ഭാഗത്ത് പ്ലേസ് ചെയ്ത ഈ ഒരു ഭാഗമാണിത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അല്ലെങ്കിൽ അതാണ് ഹിപ്പ് ജോയിന്റ് കേട്ടോ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇനേബിൾസ് മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷനാണ്. ഏത് ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഇതാ ഇങ്ങോട്ടേ മൂവ് ചെയ്യാം, ഇനി ബാക്കിലോട്ട് മൂവ് ചെയ്യാം, ഇനി സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതെങ്ങനെ മൂവ് ചെയ്യാം? നമുക്ക് ഇത് എങ്ങനെ കറക്കാം, തിരിച്ചാം, മറിച്ചാം, ഇങ്ങനെയൊക്കെ പറ്റും. ഇതാണ് എന്തിൻ്റെ പ്രത്യേകത? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റിന്റെ പ്രത്യേകത, ഷോൾഡർ ജോയിന്റിന്റെ പ്രത്യേകത. അപ്പോൾ സാർ ഇത് നമുക്ക് ഷോൾഡർ ജോയിന്റ് മാത്രമല്ല ഇങ്ങനെയൊക്കെ കറക്കാൻ പറ്റുള്ളൂ, കാലൊക്കെ നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റുമോ? പറ്റും. അത് നമ്മൾ തീരെ കാലൊന്നും കറക്കാത്തത് കൊണ്ടാണ്. കാലും ആക്ച്വലി അങ്ങനെയൊക്കെ കറക്കാൻ പറ്റും. നമ്മളെ ബോഡി എത്ര ഫ്ലെക്സിബിൾ അല്ല. ഈ ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. ആ ഒരു സ്പോർട്സ് ഐറ്റമാണ്, ഒരു സ്പോർട്സ് ഇവന്റ് ആണ്. ഒളിമ്പിക്സിലൊക്കെ ഉണ്ട് ജിംനാസ്റ്റിക്സ്. ആ ജിംനാസ്റ്റിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ആളുകളുണ്ടല്ലോ, അവരിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ പോകും. നല്ല രസമാണ്. അപ്പോൾ അവരുടെ ബോഡി എന്താ വെച്ചാൽ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഒരു ജോയിന്റ് നമുക്ക് ഏത് ഭാഗത്തോട്ടും കറക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ കേട്ടോ, മൂവ്മെന്റ് ഇൻ ഓൾ ഡിറക്ഷൻ. ഇനി അടുത്തത് ഹിഞ്ച് ജോയിന്റ് ആണ്. ഹിഞ്ച് ജോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂവ്മെന്റ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രമേ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഉദാഹരണം എൽബോയും നീയും. എൽബോ മീൻസ് കൈമുട്ട്, അതേപോലെ നീ പറഞ്ഞാൽ കാലുമുട്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെയാണ് നമ്മളെ കൈമുട്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാത്രമേ മടക്കാൻ പറ്റുള്ളൂ. ഒരു എൻ്റർടൈൻമെൻറ്റ് ഇത് പിടിച്ചാണ്ട് ഇങ്ങനെ മടക്കുന്നത് പോലെ പകരം ഇങ്ങനെ താഴോട്ട് മടക്കാൻ പറ്റുമോ? മൈ ഗോഡ്, എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. എടാ ഇത് ഇങ്ങനെ മടക്കുക, അതൊക്കെ ഫൈൻ. ഇതൊരു രസത്തിന് ഇത് കേട്ടിട്ട് താഴേക്ക് പൊട്ടിക്കാൻ പറ്റുമോ? താഴേക്ക് മടക്കാൻ പറ്റില്ല, എല്ല് പൊട്ടും, സീന, പ്രശ്നമാണ്. ഇനി ഒരു രസത്തിന്, ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇതിങ്ങനെ മടക്കുന്നതിന് പകരം ഇതിങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുമോ? ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി, എല്ല് പൊട്ടും, വിഷയമാണ്. അതൊന്നും പറ്റത്തില്ല. ഇതാകെ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഇതിന് പരിപാടിയുള്ളൂ. ഇതാണ് ഇനേബിൾസ് മൂവ്മെന്റ് ഇൻ ഓൺലി വൺ ഡിറക്ഷൻ. ഓക്കെ, അതാണ് ഹിഞ്ച് ജോയിന്റ്. അത് കൈമുട്ട്, കാൽമുട്ട്. ഇനി ലാസ്റ്റ് വൺ ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എവിടെ കാണപ്പെടുന്നത് ചോദിച്ചാൽ ആംഗിൾസിലും റിസ്റ്റിലുമാണ്. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഇതാണ് റിസ്റ്റ്. ആംഗിൾ പറഞ്ഞാൽ നമ്മളെ കാലിന്റെ ഞെരിയാണി ഉണ്ടല്ലോ അവിടെ, അതാണ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള മൂവ്മെന്റ് ആണ് ഏത് മൂവ്മെന്റ്? ഗ്ലൈഡിംഗ് മൂവ്മെന്റ്. അല്ലെങ്കിൽ അത് അവിടെയുള്ള ജോയിന്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. അവിടെയുള്ള മൂവ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ്സ് എ ഗ്ലൈഡിംഗ് ലൈക്ക് മൂവ്മെന്റ് ആയിരിക്കും. ഒരു തെന്നി നീങ്ങുന്ന തരത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കും ഗ്ലൈഡിംഗ് ലൈക്ക് മൂവ്മെന്റ്. ഇത് നോക്കൂ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ചെറിയൊരു രീതിയിൽ ഇത് അത്രേ പറ്റുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ പോയിട്ട്
ഇങ്ങോട്ട് എത്തിക്കാനൊന്നും പറ്റില്ല. അതായത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിങ്ങനെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും, തട്ടിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് തട്ടിക്കാനൊന്നും പറ്റില്ല. ഇത് ജസ്റ്റ് തെന്നി നീങ്ങുന്ന തരത്തിൽ നമ്മളിങ്ങനെ മഴക്കാലത്തൊക്കെ നല്ല വഴുക്കലുള്ള സ്ഥലം ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ തെന്നി നീങ്ങുമല്ലോ, ആ ടൈപ്പ് മൂവ്മെൻ്റ് ആണ് ഇത്, ഈ മൂവ്മെൻറ്റ് ഗ്ലൈഡിംഗ് ലേക്ക് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഗ്ലൈഡിംഗ് ലേക്ക് മൂവ്മെൻറ്റിന് ഉദാഹരണമാണ് ആംഗിളും റിസ്റ്റും. ആ ഗ്ലൈഡിംഗ് ലേക്ക് മൂവ്മെൻറ്റ് കാണപ്പെടുന്ന ജോയിൻ്റ് ഏതാണ്? ഗ്ലൈഡിംഗ് ജോയിൻ്റ്. അപ്പോൾ 4 ജോയിൻ്റ് ആണ്: പിവറ്റ്, ഹിഞ്ച്, ബോൾ ആൻഡ് സോക്കറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻ്റ്. പിവറ്റ് ഈ ഒരു പൊസിഷനിൽ, പിന്നെ അതുപോലെ തന്നെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഷോൾഡറിലും ഹിപ്പിലും, പിന്നെ ഹിഞ്ച് ജോയിൻ്റ് എൽബോയും നീയുമാണ്. അതേസമയം ഗ്ലൈഡിംഗ് ജോയിൻ്റ് എവിടെയാണ്? ആംഗിളിലും, പിന്നെ അതേപോലെ റിസ്റ്റ് ഇവിടെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെ ഫാൽക്കൺ ബാച്ചിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫാൽക്കൺ ബാച്ചുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ സെറ്റ് ആക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.